Hey guys, welcome back. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് സ്റ്റഡി ചലഞ്ചാണ്, നമ്മൾ ഡേ 5 ആണ്. ആൻഡ് ഇപ്പോൾ ടൈം വന്നിട്ട് 10 മണി കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു ലേറ്റ് നൈറ്റ് സ്റ്റഡി വ്ളോഗ് പോലെ എടുക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ ഡേ 1 ഇങ്ങനത്തെ ഒരു വ്ളോഗായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നും പഠിക്കുന്നത് മാത്സ് ആണ്. മാത്സിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആക്കും. എല്ലാം എന്ന് പറയുമ്പോഴത്തേക്കും 2-3 ചാപ്റ്റേഴ്സ് ഞാൻ പഠിക്കാത്തതുണ്ട്, ചിലത് പഠിച്ചിട്ട് മറന്നു പോയതുണ്ട്. അപ്പോൾ അതും കൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്സിൽ അത്യാവശ്യം എല്ലാം കംപ്ലീറ്റ് ആവും. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് ഗൈഡാണ് യൂസ് ചെയ്യുന്നത്, എവിടെ നിന്നാണ് വാങ്ങിയത്. ഞാൻ ഈ ഒരു സൈലത്തിൻ്റെ ഗൈഡാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ സൈലത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഏകദേശം 5 ബുക്കായിട്ടാണ് കിട്ടുക. മൊത്തത്തിൽ 1000 രൂപയായിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ സബ്ജക്റ്റും, ലാംഗ്വേജ് സബ്ജക്റ്റ് വെച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റിൻ്റെ നോട്ട്സും, അതേപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും ഓരോ ചാപ്റ്റേഴ്സിനും സെപ്പറേറ്റ്ലി PYQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുകൊണ്ട് തന്നെ അത്യാവശ്യം കുറേ PYQ ക്വസ്റ്റ്യൻസും അല്ലാത്ത ക്വസ്റ്റ്യൻസൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. നല്ല യൂസ്ഫുള്ളാണ്. ഞാൻ അത്യാവശ്യം എപ്പോഴും എക്സാമിനൊക്കെ മുമ്പായിട്ട് ഒന്ന് വായിച്ചു നോക്കി അത്യാവശ്യം നന്നായിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും, നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. സോ നമുക്ക് സമയങ്ങളിൽ നേരെ പഠിക്കാൻ പോവാം. ഗൈസ്, മാത്സിൽ നമുക്കിനി പഠിക്കാനുള്ളത് ഈ ഒരു 4th-ഉം 5th-ഉം ചാപ്റ്ററും പിന്നെ ഈ ഒരു ലാസ്റ്റ് ചാപ്റ്ററുമാണ്. ഈ ഒരു 2 ചാപ്റ്റേഴ്സ് ഞാൻ ഒരു പ്രാവശ്യം പഠിച്ചതാണ്, ഇപ്പോൾ മറന്നുപോയി. പിന്നെ ഈ 2 ചാപ്റ്റേഴ്സ് ഞാൻ ഇതുവരെ പഠിച്ചില്ല, അപ്പോൾ അതും പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് പഠിക്കാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ ഒരു സൈലത്തിൻ്റെ മെഗാ മാരത്തോൺ ഉണ്ടല്ലോ, അപ്പോൾ അത് നോക്കി പഠിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് 4th-ഉം 5th-ഉം ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനിത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാം. ഗൈസ്, 12:30 ആയപ്പോൾ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചു തീർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ലീനിയർ ഇനിക്വാലിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. സോ നമുക്കിനി അത് പഠിക്കാം. ലീനിയർ ഇനിക്വാലിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, 1:44 ആയപ്പോൾ നമ്മൾ ലീനിയർ ഇനീക്വാലിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഈ ഒരു 13-ഉം 14-ാമത്തെ ചാപ്റ്ററാണ്. സോ നമുക്കിനി ഈ ഒരു ലൈവിൽ എടുത്തിട്ട് ആ ഒരു ചാപ്റ്റർ കാണാം. ഗൈസ്, നമ്മൾ 3:19 ആയപ്പോഴത്തേക്കും ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നു ആ ഒരു ചാപ്റ്ററിന് രാവിലെ എണീറ്റ് പഠിക്കാമെന്ന് വെച്ചാൽ 2 കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും ഐപാഡിന് ചാർജ് തീരാറായി കണ്ടോ. പിന്നെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോഴത്തേക്കും നല്ല വൈകി 3 മണി കഴിഞ്ഞ്. ഞാൻ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും 4 ചാപ്റ്റേഴ്സ് തീർക്കണം എന്നായിരുന്നു വിചാരിച്ചത്, പക്ഷെ നടന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു 5 മണിക്കൂർ എടുത്തിട്ട് നമ്മൾ 3 ചാപ്റ്റേഴ്സാണ് ഇന്ന് പഠിച്ചത് മാത്സിൽ. അപ്പോൾ ഇത്രയൊരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ഇനി വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.